ക്രിസ്തു യേശുവയുടെ നാമത്തിൽ എലൈറ്റ് ദ ഡീകോഡേഴ്സ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. തെറ്റായ വ്യാഖ്യാനങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ബൈബിൾ എന്തു പറയുന്നു എന്നത് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതെ, ഹോശയ്യായുടെ പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 6-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: പരിജ്ഞാനമില്ലായ്കയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും, ദൈവം ആഗ്രഹിക്കുന്നു ഓരോ മനുഷ്യനും ദൈവിക പരിജ്ഞാനത്തിൽ വളർന്നു വരയണമെന്ന്. എന്താണ് ദൈവിക പരിജ്ഞാനം? നമുക്കതെങ്ങനെ നേടിയെടുക്കുവാൻ കഴിയും? ബൈബിളിന്റെ സത്യസന്ധമായ പഠിപ്പിക്കലുകൾ, ബൈബിളിലെ പഠിപ്പിക്കലുകൾ എന്തെന്ന് കണ്ടെത്തുകയും ആത്മാവിൽ അതിനെ വിവേചിക്കുവാൻ കഴിയുകയും ചെയ്യുന്നിടത്താണ് നമ്മൾ സത്യം തിരഞ്ഞു തുടങ്ങുന്നത്. മുൻകാലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളിൽ നിന്നാണ് പൊതുവെ നമ്മൾ വിവരങ്ങൾ ശേഖരിക്കാറുള്ളത്. പഠിക്കുവാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? ബൈബിളിനെ ബൈബിൾ എന്തു പറയുന്നു എന്ന അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് പഠിക്കുവാൻ ശ്രമിച്ചാൽ പലതിനും നമുക്ക് ഉത്തരം കിട്ടും. പല പഠിപ്പിക്കലുകളിലും വ്യത്യാസമുള്ളതും നമ്മളെ മണ്ടന്മാരാക്കി വെച്ചിരുന്നതും നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുൻകാലങ്ങളിൽ പഠിപ്പിച്ച ദൈവദാസന്മാരോ മുൻകാലങ്ങളിൽ പഠിപ്പിച്ച പാസ്റ്റേഴ്സോ നമ്മളെ മണ്ടത്തരം പഠിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്നോടുണ്ടാകുന്ന ദേഷ്യം എനിക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ യാഥാർത്ഥ്യം എന്താണ്? നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം. നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തന്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി തരുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാകുവാൻ ശക്തി തരുന്നത് എന്നാണ്. എന്നാൽ നമ്മൾ കേട്ടിട്ടുള്ള പല പ്രസംഗങ്ങളിലും ദൈവദാസന്മാർ പറയുന്നൊരു കാര്യമുണ്ട്: മാമോൻ അഥവാ പണം സകലവിധ ദോഷങ്ങൾക്കും കാരണമാകുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും, ഈ പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ, അവരുടെ തലമുറകൾ, ഇവരെല്ലാം ഉന്നതമായ ജോലിയിലെത്തുന്നുണ്ട്, നല്ല വീടുകളിൽ അന്തിയുറങ്ങുന്നവരുണ്ട്, നല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോഴും അവർ സമ്പത്തുണ്ടാക്കുന്നു, അതിൽ പ്രശ്നമില്ല. ഇവിടെ നാം ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ട് സാധാരണ വിശ്വാസികൾ സമ്പത്തുണ്ടാക്കുന്നതിനെ ഈ ദൈവദാസന്മാർ എതിർക്കുന്നു? അഥവാ നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവർക്ക് ഉത്തരമില്ലാതെ അവർ നിൽക്കുന്നുണ്ടോ? അതെ, ഇത്തരം സത്യങ്ങളെ നമ്മൾ കണ്ടെത്തുകയും അതിനെ ചോദ്യം ചെയ്യുകയും തന്നെ വേണം. പട്ടിണി കിടന്നാലും സ്വർഗരാജ്യം കിട്ടിയാൽ മതി എന്നുള്ള ചിന്താഗതികൾ അത് സാധാരണക്കാരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴും ഈ പറയുന്ന പാസ്റ്റേഴ്സിന്റെ തലമുറകൾ അവർ വിദേശ രാജ്യങ്ങളിൽ പോകുകയും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുകയും നല്ല വീടുകൾ വയ്ക്കുകയും ചെയ്യുന്നത് ദൈവാനുഗ്രഹവും ഒരു സാധാരണക്കാരനായ വ്യക്തി സമ്പത്തുണ്ടാക്കുന്നത് മാമോനെ ഉണ്ടാക്കുകയാണെന്നുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? നമ്മൾ ഇപ്പോൾ വായിച്ചു, ആവർത്തന പുസ്തകത്തിൽ വായിച്ചത് ഇങ്ങനെയാണ്: നീ സമ്പത്തുണ്ടാക്കേണ്ടതിന് ഞാൻ നിനക്ക് ശക്തി നൽകും. അങ്ങനെയെങ്കിൽ സാധാരണക്കാരനായ ഒരു വിശ്വാസി സമ്പത്തുണ്ടാക്കുന്നതിന് ദൈവം എതിര് നിൽക്കുന്നില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് പെന്തക്കോസ്ത് കോളത്തിലെ ആഭരണ വർജനം. ഇതൊരു ബൈബിൾ ഉപദേശമാണോ എന്ന് ചോദിച്ചാൽ പല ദൈവദാസന്മാർക്കും അത് ഉത്തരമില്ല. പിതാക്കന്മാർ ചെയ്തു വന്നു, നമ്മൾ അതിനെ പിന്തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, എന്താണ് സ്വർണം എന്ന് പറയുന്നത്? വിലപിടിപ്പുള്ള ഒരു വസ്തു, ഒരു ലോഹം അഥവാ സമ്പത്ത്. ഇത് വർജിക്കുവാൻ പഠിപ്പിക്കുന്നതിലൂടെ, അഥവാ ഇവർ സ്വർഗരാജ്യം നമുക്ക് ഉറപ്പാക്കി തരികയാണോ ചെയ്യുന്നത്? അഥവാ സമ്പത്തുണ്ടാക്കുവാൻ അനുവാദം തന്ന ദൈവത്തെ മറുതലിക്കുവാൻ പഠിപ്പിക്കുന്നുവോ? അതെ, ഇനിയെങ്കിലും നമുക്ക് പഠിച്ചു തുടങ്ങാം. ബൈബിൾ എന്ത് പഠിപ്പിക്കുന്നുവെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. വരും തലമുറയെങ്കിലും ഈ അബദ്ധധാരണകളിൽ വീണു പോകാതെ അവർ ദൈവം എന്ത് പഠിപ്പിക്കുന്നു, ദൈവം എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ജീവിക്കുവാനായിട്ട് വരുന്ന തലമുറയെ നമുക്ക് ഒരുമിച്ച് ഉയർത്തിക്കൊണ്ടുവരാം. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോട് കൂടെ ഉണ്ടാകുവാൻ, നിങ്ങളുടെ ബുദ്ധിയെ തുറക്കുവാൻ
ദൈവം ആഗ്രഹിക്കുന്ന ജ്ഞാനത്തിലേക്ക്, ദൈവിക ജ്ഞാനത്തിലേക്ക് എത്തിപ്പെടുവാൻ നിങ്ങളെ ഓരോരുത്തരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം, ഒരുമിച്ച് പഠിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താം. വരും ദിവസങ്ങളിൽ നമുക്ക് വീരനാം ദൈവത്തെ ഒരുമിച്ച് ഉയർത്താം.